കേന്ദ്ര സർക്കാർ ബി.ജെ.പി. ഇതര പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്കെതിരെ നടത്തുന്ന സാമ്പത്തിക ഉപരോധത്തിൽ ഇന്നലെ പാർലമെന്റിൽ വളരെ ശക്തമായ പ്രതികരണമാണ് തമിഴ്നാട്ടിൽ നിന്നുള്ള DMK-യുടെ MP കനിമൊഴി നടത്തിയത്. വയനാട് ദുരന്തത്തിൽ ഇതുവരെ കേന്ദ്ര സർക്കാർ സാമ്പത്തിക സഹായം അനുവദിക്കാത്ത സാഹചര്യത്തിൽ കൂടിയാണ് കനിമൊഴിയുടെ തീപാറുന്ന പ്രസംഗം ഉണ്ടായത്. ആ പ്രസംഗത്തിൽ തമിഴ്നാടിനെ പോലെ കേരളത്തെയും കേന്ദ്രം സാമ്പത്തികമായി ഞെരുക്കുകയാണെന്ന് കനിമൊഴി പറഞ്ഞിരുന്നു. നമ്മുടെ സംസ്ഥാനത്ത് നിന്നുള്ള MP-മാരെ സാക്ഷിയാക്കിയാണ് കനിമൊഴി കേരളത്തിന് വേണ്ടിയും സംസാരിച്ചത്. സഭയിലെ പ്രതിപക്ഷ അംഗങ്ങൾ എല്ലാവരും അവരെ അഭിനന്ദിക്കുകയും ചെയ്തു. എന്നാൽ ഈ സമയത്ത് നമ്മുടെ തൃശ്ശൂരുകാർ ജയിപ്പിച്ചു വിട്ട MP-യും മന്ത്രിയുമായ ആക്ഷൻ ഹീറോ സുരേഷ് ഗോപി സാറും അവിടെ ഉണ്ടായിരുന്നു. കനിമൊഴി BJP-യെ വിമർശിക്കുന്നത് കണ്ടിട്ടാകണം അദ്ദേഹം സിനിമാറ്റിക് സ്റ്റൈലിൽ സഭയിൽ ഇരുന്നു കൊണ്ടൊരു പ്രത്യേക ആക്ഷൻ കാണിക്കുകയും ചെയ്തു. ഇരു കൈയും മലർത്തി കാണിച്ചുകൊണ്ടുള്ള വൃത്തികെട്ട ആക്ഷൻ കണ്ടിട്ട് പാർലമെന്റിൽ പലർക്കും ചിരിയാണ് വന്നത്. കനിമൊഴിയെ പരിഹസിക്കുന്ന തരത്തിലായിരുന്നു സഹമന്ത്രി സുരേഷ് ഗോപിയുടെ ഈ ആംഗ്യം. ഞങ്ങൾക്ക് മാത്രമല്ല സാർ, തൊട്ടടുത്ത് കിടക്കുന്ന കേരളവും ഇതേ പ്രശ്നം നേരിടുന്നുണ്ട് എന്നാണ് കനിമൊഴി സഭയിൽ പ്രസംഗിച്ചത്. ഈ സമയത്ത് കേരളത്തിൽ നിന്നുള്ള BJP-യുടെ ഏക ലോക്സഭാ അംഗമായ സുരേഷ് ഗോപി കനിമൊഴിയെ നോക്കി കൈ മലർത്തുന്ന ആംഗ്യം കാണിക്കുകയായിരുന്നു. എന്നാൽ സുരേഷ് ഗോപിയുടെ ഈ പരിഹാസത്തിന് അതേ നാണയത്തിൽ തന്നെ കനിമൊഴി മറുപടി നൽകുകയും ചെയ്തു. അതെ സാർ, നിങ്ങളിപ്പോൾ രണ്ട് കൈയും മലർത്തി കാണിച്ചില്ലേ? ഇതുപോലെ കേന്ദ്ര സർക്കാരും നമ്മളെ നോക്കി കൈ മലർത്തി കാണിക്കുകയാണ്. ഇതാണ് കനിമൊഴി മറുപടിയായി പറഞ്ഞത്. സുരേഷ് ഗോപിക്ക് ഇങ്ങനെ വായടപ്പിക്കുന്ന മറുപടി നൽകിയ കനിമൊഴിയെ വലിയ കരഘോഷത്തോടെയാണ് പ്രതിപക്ഷ MP-മാർ പ്രശംസിച്ചത്. കനിമൊഴിയുടെ ഈ മറുപടിയിൽ സുരേഷ് ഗോപിയും നിശബ്ദനായി. അദ്ദേഹത്തിന് ഒന്നും പറയാനില്ലായിരുന്നു. ഈ വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിട്ടുണ്ട്. വയനാടിനായി ഒന്നും നേടിത്തരാൻ സാധിച്ചില്ല, അതിനെക്കുറിച്ച് ഒരക്ഷരം പോലും കേന്ദ്രത്തോട് സംസാരിക്കാനും കഴിഞ്ഞില്ല. എന്നിട്ടാണ് അയൽ സംസ്ഥാനത്ത് നിന്നുള്ള ഒരു MP കേരളത്തിന് വേണ്ടി വാദിക്കുമ്പോൾ അവരെ പരിഹസിച്ചുകൊണ്ട് ഇങ്ങനെ സ്വയം കോമാളി ചമയുന്നത്. ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, തൃശ്ശൂരുകാർക്ക് വലിയൊരു അബദ്ധം തന്നെയാണ് സംഭവിച്ചത്. അത് ഓരോ ദിവസം കഴിയുന്തോറും തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് കേന്ദ്ര സഹമന്ത്രി. നേരത്തെയും കനിമൊഴിക്കെതിരെ BJP പലതവണ പരിഹാസവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. അധിക്ഷേപ പരാമർശത്തിന് തമിഴ്നാട്ടിലെ മുതിർന്ന BJP നേതാവ് H. രാജയ്ക്ക് കോടതി 6 മാസം തടവും പിഴയും വിധിക്കുകയും ചെയ്തിട്ടുണ്ട്. കനിമൊഴി അവിഹിത സന്തതിയാണെന്നായിരുന്നു BJP നേതാവ് രാജ നടത്തിയ പരാമർശം. ട്വിറ്ററിലൂടെയായിരുന്നു ആ പ്രതികരണം. ഗവർണർ ബൻവാരിലാൽ പുരോഹിത് മാധ്യമപ്രവർത്തകരുടെ കവളിൽ തൊട്ട സംഭവത്തെ ന്യായീകരിക്കുന്നതിനിടെയായിരുന്നു BJP നേതാവിന്റെ വിവാദ പരാമർശം. ഗവർണറോട് ചോദിച്ച തരത്തിലുള്ള ചോദ്യങ്ങൾ അവിഹിത സന്തതിയെ MP ആക്കിയ നേതാവിനോട് മാധ്യമപ്രവർത്തകർ ചോദിക്കുമോ എന്നായിരുന്നു H. രാജയുടെ ട്വീറ്റ്. ഇപ്പോൾ കേരളത്തിന് സഹായം വേണമെന്ന് പറഞ്ഞപ്പോൾ സുരേഷ് ഗോപി പരിഹസിച്ചതുപോലെ തമിഴ്നാടിന്റെ കാര്യം പറയുമ്പോൾ അവിടുത്തെ ഏതെങ്കിലും പാർട്ടിയുടെ ഒരു MP അല്ലെങ്കിൽ മന്ത്രി ഇതേപോലെ പ്രതികരിച്ചാൽ എന്താണ് തമിഴ്നാട്ടിൽ ഉണ്ടാകാൻ പോകുന്നത്? ആ MP ഏത് പാർട്ടിക്ക് വേണ്ടി മത്സരിച്ചാലും പിന്നീട് ഒരിക്കലും തമിഴ്നാട്ടിൽ നിന്നും ജയിക്കില്ല എന്ന കാര്യം 100% ഉറപ്പാണ്. തമിഴ്നാട്ടിൽ അയാൾ പങ്കെടുക്കുന്ന ഒരു പരിപാടിക്കും ആളുകൾ പോവുകയുമില്ല. ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്തെ ഒരേ ഒരു BJP ലോക്സഭാ MP സുരേഷ് ഗോപി കാണിച്ച ഈ കോമാളിത്തരത്തിൽ എല്ലാവർക്കും ലജ്ജ തോന്നേണ്ട കാര്യമില്ല. പൂരം, ആന, വെടിക്കെട്ട് എന്നൊക്കെയുള്ള പരമ്പരാഗത വിഷയങ്ങളിൽ രാഷ്ട്രീയം മറന്ന് വോട്ട് ചെയ്ത തൃശ്ശൂർക്കാരുടെ മുഖത്തുള്ള അടിയാണ് അദ്ദേഹത്തിന്റെ ഇത്തരം പരിഹാസങ്ങൾ.